ഉപരാഷ്ട്രപതി വീണ്ടും ഗുരുവായൂരിലെത്തും. കാലാവസ്ഥ അനുകൂലമായി. കൊച്ചിയിലെ ഔദ്യോഗിക പരിപാടിക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തും എന്നാണ് സൂചന. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നുണ്ട്. ഹരീഷാണ് വിവരങ്ങൾ നൽകുക. ഹരീഷ്, നേരത്തെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയപ്പോഴാണ് മോശം കാലാവസ്ഥയെ തുടർന്ന് ഉപരാഷ്ട്രപതിക്ക് ഗുരുവായൂരിലേക്ക് എത്താൻ സാധിക്കാതിരുന്നത്. ഇപ്പോൾ വീണ്ടും കാലാവസ്ഥ അനുകൂലമായിരിക്കുന്നു. ഗുരുവായൂരിലേക്ക് എപ്പോഴാണ് അദ്ദേഹം എത്തുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അഖില, നിലവിൽ ഈ കാലാവസ്ഥ അനുകൂലമാണ്. ഈ ഒരു ക്ലൈമറ്റ് ക്ലിയറൻസ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊച്ചിയിലുള്ള ഔദ്യോഗിക പരിപാടികൾ കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം ഈ ഒരു അമ്പലത്തിൽ ദർശനം നടത്തും, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. അത് ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രദേശത്തെ കാലാവസ്ഥ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോളേജിൻ്റെ ആ ഒരു ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക പരിപാടി കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനു മുന്നോടിയായി തന്നെ വീണ്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൽ ഒരുക്കുമെന്നുള്ളതാണ്. ഇന്ന് രാവിലെ 7 മണി മുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. ഭക്തർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കടുത്ത നിയന്ത്രണം ഉണ്ടായിരുന്നു. 7 മണിക്ക് മുൻപ് വരെയാണ് ഈ വിവാഹമടക്കമുള്ള ചടങ്ങുകൾ നടന്നത്. അതിനുശേഷം ദർശനത്തിന് ശേഷം 10 മണിക്ക് ശേഷമേ ഈ ഒരു ചടങ്ങുകൾ നടത്താനാകൂ എന്നുള്ളൊരു സജ്ജീകരണമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് ഇവിടെ എത്താൻ സാധിച്ചില്ല. 9 മണിക്ക് അദ്ദേഹം ഇവിടെ രാവിലെ എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ആ ഒരു സാഹചര്യത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല. തുടർന്ന് ഈ കാത്തുനിന്ന ഭക്തരെ ദർശനത്തിന് അനുവദിക്കുകയായിരുന്നു ചെയ്തത്. നിലവിൽ രാവിലെ മുതൽ കാത്തുനിന്ന ഭക്തർക്കെല്ലാം തന്നെ ഈ ഒരു ദർശനത്തിന് അനുമതി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത്, ഈ ഒരു ഉപരാഷ്ട്രപതി തിരിച്ചു വരുന്ന സമയത്ത് മാത്രമേ അത്തരത്തിലുള്ള കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകൂ എന്നാണിപ്പോൾ ഈ ഒരു ക്ഷേത്ര അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഈ ഒരു കൊച്ചിയിലെ ഔദ്യോഗിക പരിപാടിക്ക് ശേഷം ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായതിനാൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ സമയം ഇപ്പോഴും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ആ പരിപാടി കഴിയുന്നതിനനുസരിച്ച് എത്രയും പെട്ടെന്ന് അവിടുത്തെ പരിപാടി പൂർത്തീകരിച്ച് ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ള ഒരു ദൗത്യം, അതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്ന് വിചാരിച്ചതാണ്. അത് എന്തായാലും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ, അല്ലെങ്കിൽ അതിന് പൂർത്തിയാക്കണമെന്നുള്ളൊരു കാര്യം, ഒരു നിർദ്ദേശം അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ അത് ഒരു ദർശനം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം അദ്ദേഹം മടങ്ങി പോവുകയുള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാലാവസ്ഥ അനുകൂലമായിട്ടുണ്ട്. മഴയോ മറ്റു പ്രശ്നങ്ങളോ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ ഈ ഒരു ശ്രീകൃഷ്ണ കോളേജിൻ്റെ ആ ഗ്രൗണ്ടിൽ ഇറക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഈ ഒരു ശ്രീവത്സം ഇവിടെയുള്ള ഓഡിറ്റോറിയത്തിലേക്ക് എത്തുകയും അവിടെ നിന്ന് തെക്കേ നടവഴി അകത്തേക്ക് പ്രവേശിച്ച് ദർശനം നടത്തി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന വിവരം. അദ്ദേഹം വരുന്ന പടിക്ക് തന്നെ കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉയർത്തും. ഭക്തജനങ്ങളെ രാവിലെ ചെയ്ത പോലെ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം, സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം നിലവിൽ ആ ഒരു സമയത്തേക്ക് ഇവിടെ എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ രാവിലെ എത്തിയ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉപരാഷ്ട്രപതി എത്തുന്ന പടിക്ക് തന്നെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത്, ഈ ഒരു ക്ഷേത്ര പ്രദേശത്ത് സജ്ജമാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി ഹരീഷ്.